കേരളം വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന അതല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം ഇതിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ദിലീപ് കേസിൽ വന്ന അതിജീവിതയെ സംബന്ധിച്ച് വരുന്ന വലിയ തർക്കങ്ങളാണ്. ഇവിടെ ഇരയ്ക്ക് നീതി കിട്ടിയോ, നീതി കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള പ്രതിരോധം ഭഫയ്ക്കെതിരെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടര്, അതല്ല ദിലീപിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് വേറൊരു കൂട്ടര്, വേറെ എന്നെപ്പോലെ നിഷ്പക്ഷമതികൾ സിനിമയെ സിനിമയായിട്ട് കാണണം, കലയെ കലയായിട്ട് കാണണം എന്ന് പറയുന്ന ഒരു കൂട്ടര്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ സിനിമ നല്ലതാണെങ്കിൽ, ഒരു അഴിഞ്ഞാട്ടമാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. കേരള ജനത അക്സെപ്റ്റ് ചെയ്യും. സിനിമ നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും. അത് കേരള ജനതയുടെ പൊതു സ്വഭാവമാണ്. ഒരു കലയെ ഒരിക്കലും തള്ളിക്കളയുവാനായിട്ട് കേരള ജനത തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കലയല്ല നമ്മൾ ദ്രോഹിക്കേണ്ടത്, സിനിമയല്ല നമ്മൾ ദ്രോഹിക്കേണ്ടത്. ഇവിടെ സത്യത്തിന് വേണ്ടിയുള്ള സമരം തുടരുക. നിങ്ങൾക്ക് സത്യം കിട്ടിയില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള ധാർമ്മിക സമരം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സിനിമയെ തകർക്കുവാനായിട്ട്, മനഃപൂർവ്വം തകർക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ആശാവഹമല്ല. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും അതിനെ ഉയർത്തുന്ന ന്യായങ്ങളും കൃത്യമായിട്ടുള്ള ന്യായങ്ങളല്ല. കാരണം ഇവിടെ കോടതി കൃത്യമായിട്ട് പറഞ്ഞു നിരപരാധിയാണ്, അതല്ല എങ്കിൽ തെളിവില്ല. അങ്ങനെയെങ്കിലും വിശ്വസിക്കാമല്ലോ. നിരപരാധിയാണെന്ന് നമ്മൾ കറക്റ്റ് വിശ്വസിക്കേണ്ട. കാരണം ഒത്തിരിയേറെ റെവലേഷൻസ് റിവീൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനും നിരാകരിക്കാനും. പക്ഷേ കോടതി വിധിച്ചിരിക്കുന്നു തെളിവുകളില്ല അത്രയെങ്കിൽ, അല്ലെങ്കിൽ സമർപ്പിച്ച തെളിവുകൾ പര്യാപ്തമല്ല എന്നെങ്കിലും നമുക്ക് വിശ്വസിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഉള്ള ഒരു ബഹുമാനമെങ്കിലും, ഒരു 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 സ്വീകാര്യതയെങ്കിലും, ബഹുമാനം എന്നുള്ളത് ഉദ്ദേശിച്ച വാക്കല്ല, പക്ഷെ സ്വീകാര്യതയെങ്കിലും ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിക്ക്, ദിലീപിന് കൊടുക്കുക. ഈ ദിലീപ് കേസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വ്യാജേന ചിലരടിച്ചിറക്കുന്ന, എനിക്ക് തോന്നുന്നു ഇവരൊന്നും ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഫെയിമസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ഒരു ഫെയിമിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ഇങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ അഖിൽമാരെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് വ്യാജേന ഇമാതിരി വൃത്തികേട് വിളിച്ചു പറയും. ഇവിടെ ഒരു സത്യം നടന്നുവെന്ന് കോടതിയും എല്ലാവരും അംഗീകരിച്ചു. ഇവിടെ അതിജീവിത ക്രൂരമായ പീഡനത്തിന് ഇരയായി. ആ ഇരയായ കാര്യത്തിനെ അത് അങ്ങനെ നടന്നിട്ടില്ല, അത് ഓടുന്ന വണ്ടിയിൽ നടക്കുമോ, ഒരു ഡെമോ കാണിക്കാമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോര തിളക്കിയല്ലേ. അത് ശരിക്കും എന്താ വരുന്നത്, ഇവനെതിരെയുള്ള ഇങ്ങനെ പറയുന്നവർക്കെതിരെയാണ്. ഇതെല്ലാം ദിലീപിനെതിരെയല്ലേ ഇത് തെളിവുകളായിട്ടും അല്ലെങ്കിൽ ജനരോഷമായിട്ട് വരുന്നത്. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാർ, ഇനി അത് ദിലീപ് ഇപ്പം എന്താ ചെയ്യേണ്ടത്, ദിലീപ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ നിന്ന് വിടുക. ഓക്കെ, 8 വർഷം അനുഭവിച്ചു, ചെയ്യാത്ത തെറ്റാണെങ്കിൽ വളരെ മോശമായി പോയി, നമ്മളെ സംഭവിച്ചു, നമുക്കൊരാൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. പക്ഷേ കലാകാരന്മാരുടെ ജീവിതം അങ്ങനെയാണ്. ഒത്തിരിയേറെ കലാകാരന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒത്തിരിയേറെ കലാകാരന്മാർ വേദന അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ കലാകാരന്മാർ കൊല്ലപ്പെട്ട ഒരു ചരിത്രം ഈ ലോകത്തിലുണ്ട്. അപ്പോൾ കലാകാരന്മാരാണെങ്കിൽ അവർക്ക് ഫെയിമും പണവും പ്രശസ്തിയും മാത്രമല്ല ഇതുപോലുള്ള താഴ്ചകളും ഉണ്ടാകും. അപ്പോൾ അത് കുറേ കാലഘട്ടം ദിലീപിൻ്റെ ജീവിതത്തിൽ നീണ്ടു നിന്നത് ദിലീപിന് ഇതേവരെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടില്ല. അത് ചിലപ്പം തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അതാണ് ജീവിതം. നമ്മളൊക്കെ എത്രയോ കാര്യങ്ങളിൽ ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും പറ്റിക്കപ്പെട്ടും അതല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയതിൻ്റെ പേരിൽ ജീവിതത്തിൽ തന്നെ എത്രയോ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട് അല്ലേ. അതിനെ ഓർത്ത് പരിതപിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ? ഈ 58ാമത്തെ വയസ്സിൽ ഇനി ദിലീപ് ചെയ്യേണ്ടത് തൻ്റെ ആ ഒരു കരിയറുമായിട്ട് മുന്നോട്ട് പോവുക. ആ കരിയറിൽ കലയെ സ്നേഹിക്കുക, കലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണ്. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക. അതാണ് ദിലീപ് ചെയ്യേണ്ടത്. അതാണ് സ്നേഹമുള്ളവർ ദിലീപിനെ ഉപദേശിക്കേണ്ടതും ദിലീപിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും. അതല്ലാതെ പ്രതിരോധം തീർക്കുക, അതല്ല എങ്കിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയാം. അത് ജനങ്ങളിൽ വീണ്ടും സംശയങ്ങളൊക്കെ ജനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധാരണ വ്യക്തികൾക്ക് ഈ സിനിമയെ സിനിമയായിട്ട് കാണുക. ഭയം ഭക്തി ബഹുമാനം ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ലാലേട്ടൻ, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ,
ഒത്തിരിയേറെ പേരുടെ വിയർപ്പും അഭിനയവും കലയൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഇത് നല്ല പടമാണെങ്കിൽ ഒരു റിവ്യൂ വരുന്നതേ ഉള്ളൂ. പക്ഷേ നല്ല പടമാണെങ്കിൽ പടം വിജയിക്കും. പൊട്ടപ്പടമാണെങ്കിൽ ഇനി ദിലീപല്ല, മമ്മൂക്കയല്ല, മോഹൻലാലല്ല, ആരഭിനയിച്ചാലും നമ്മൾ പൊട്ടിക്കും. കാരണം നല്ല പടം അല്ലെങ്കിൽ നമ്മൾ കാണുകയല്ല, അത്രേ ഉള്ളൂ. അതിപ്പം ആരഭിനയിച്ചാലും ഇപ്പം നമ്മൾ പൃഥ്വിരാജ് അല്ലെങ്കിൽ ആസിഫ് അലി അതുമല്ലെങ്കിൽ ടൊവിനോ നല്ല പടം അഭിനയിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പ്രശസ്തി കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ നല്ല പടമാണെങ്കിൽ പ്രശസ്തി കൊണ്ട് കാര്യമുണ്ട്. ചില നല്ല പടങ്ങൾ പ്രശസ്തി ഉള്ള ആൾക്കാർ അഭിനയിക്കാത്തതിൻ്റെ പേരിൽ ജനം തിയേറ്ററിൽ പോയി കാണാതിരിക്കുകയും പിന്നീട് OTT വരുമ്പോൾ നല്ല പടമാണെന്ന് അഭിപ്രായം വരികയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫെയിമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ പടം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം മലയാള സിനിമ മുന്നോട്ട് കുതിക്കട്ടെ. മലയാള സിനിമയിലെ എല്ലാ അഭിനേതാക്കൾക്കും നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുവാനും അങ്ങനെ ജനങ്ങൾക്ക് ഒരു സിനിമ അല്ലെങ്കിൽ മറ്റൊരു സിനിമ നല്ലതാണെന്ന് കണ്ട് ആസ്വദിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാ ജേണലുള്ള പടങ്ങൾ വേണം. കളങ്കാവല് പോലുള്ള പടങ്ങൾ വേണം, തുടരും പോലെയുള്ള പടങ്ങൾ വേണം, ദൃശ്യം പോലെയുള്ള പടങ്ങൾ വേണം, ഫഫ, CID മൂസ അതുപോലെയുള്ള എല്ലാ പടങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ജേണലുള്ള പടങ്ങൾ, എല്ലാ പടങ്ങളും ഇവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയല്ലേ. ഫഫ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.